ഹലോ നമസ്കാരം. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കേട്ട് കഴിയുമ്പോൾ ഇത് ഭയങ്കര ഉപദേശമായി പോയല്ലോ എന്നാരും വിചാരിക്കരുത്. കാരണം ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുമെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതൊരു ശരിക്കുമുള്ളൊരു നല്ലൊരു സമയമാണെന്ന് തോന്നുന്നു. കാരണം ഇസ്രായേലും ഇന്ത്യയും രണ്ട് ഗവൺമെന്റും തമ്മിൽ ഒരു എഗ്രിമെന്റ് താമസിയാതെ തന്നെ പാസ്സാവും. ഗവൺമെന്റ് ടു ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് നടത്തി ചുരുങ്ങിയ ചെലവിൽ ഇസ്രായേലിലേക്ക് കെയർ ഗിവറായിട്ട് വരാൻ പറ്റും എന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പൊ കേരളത്തിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ പ്രത്യേകിച്ച് ഇസ്രായേലിലേക്ക് ഇപ്പൊ ഏറ്റവും അടുത്തായിട്ട് പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് ആൾക്കാരുമുണ്ട്. അവരെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ്. വിഷയം വേറൊന്നുമല്ല, നമ്മൾ ഇസ്രായേലിലേക്ക് കെയർ ഗിവറായിട്ട് ജോലിക്കായിട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു പിക്ചറുണ്ട്, ഒരു ഇമാജിനേഷൻ ഉണ്ട്. ഈ പറയുന്ന ഞാനാണെങ്കിലും ഇസ്രായേലിലേക്ക് വന്ന സമയത്ത് എൻ്റെ ഉണ്ടായിരുന്ന ഒരു ഇമാജിനേഷൻ ഞാൻ പറയാം. അങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങളും വിചാരിക്കുന്നതെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഞാനിവിടെ ഇസ്രായേലിലേക്ക് വരാനായിട്ട് പേപ്പർ കൊടുത്ത സമയത്ത് ഏറ്റവും ആദ്യം ഞാൻ പേപ്പർ കൊടുത്ത ഒരു സബ് ഏജന്റിനോട് ഞാൻ സംസാരിച്ചപ്പോൾ കുറേ ദിവസം വിളിച്ചിട്ട് ആ ചേച്ചീനെ കിട്ടിയില്ല. ഒരു ദിവസം ആ ചേച്ചി എൻ്റെ കോൾ എടുത്തിട്ട് പറഞ്ഞു, മോളെ ഞാൻ എൻ്റെ അമ്മച്ചീനെയും കൊണ്ട് വാക്കിങ്ങിന് പോയിരിക്കുമായിരുന്നു, നടക്കാൻ പോയിരിക്കുമായിരുന്നു. വീൽ ചെയറിലാണ് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് ഫോണിൽ സംസാരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് വീട്ടിലെത്തിയിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് കൊണ്ടാണ് കോൾ എടുക്കാതിരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ മനസ്സിലൊരു പിക്ചർ വന്നു. ഒരു കെയർ ഗിവർ, ഒരു പ്രായമായ അമ്മച്ചി വീൽ ചെയറിൽ ഇരിക്കുന്നു, നമ്മൾ പുറത്ത് പോകുന്നു, നടത്തിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. വളരെ നല്ലൊരു അന്തരീക്ഷമാണല്ലേ. പുറത്ത് കൊണ്ടുപോകുന്നു, എവിടെയെങ്കിലും പാർക്കിലൊക്കെ പോയിരിക്കുന്നു, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ വീട്ടിൽ തിരിച്ചു വന്നു കഴിയുമ്പോഴാണെങ്കിലും ആ പേഷ്യന്റിനെ നമ്മൾ ഡ്രസ്സ് മാറ്റിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, കട്ടിലിൽ കിടത്തുന്നു, അല്ലെങ്കിൽ ഡയപ്പർ മാറ്റണമെങ്കിൽ ഡയപ്പർ മാറ്റി കൊടുക്കുന്നു. അപ്പൊ ശരിക്കും ഒരു ഹോം നേഴ്സ് ചെയ്യുന്ന ജോലി ഒരു വൃദ്ധരായ ദമ്പതികളുടെ കൂട്ടത്തിൽ നിന്ന് ചെയ്യുന്നു. അവരുടെ കൂടെ പുറത്തു പോകുന്നു, അവരെയും കൊണ്ട് വീട്ടിൽ തിരിച്ചു വരുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഒരു ഹോം നേഴ്സിന്റെ ജോലി എന്നുള്ള ഒരു ഇമാജിനേഷൻ ആയിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലെ, നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ജോലി ഇതൊക്കെ തന്നെയാണ്, നമ്മുടെ മെയിൻ ജോലി ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഓരോ ജോലിയും ഓരോ സ്വഭാവമുള്ള ജോലികളാണ്. ഒരു 100 ജോലികൾ എടുത്താൽ 100 ജോലികളും 100 സ്വഭാവമുള്ള ജോലികളായിരിക്കും. നമ്മൾക്ക് കിട്ടുന്ന പേഷ്യന്റ് ചിലപ്പോൾ നല്ല സ്വഭാവമുള്ള പേഷ്യന്റ് ആയിരിക്കാം, ഭയങ്കരമായിട്ട് അഗ്രസീവായ പേഷ്യന്റ് ആയിരിക്കാം. പ്രത്യേകിച്ച് ഡിമെൻഷ്യ, ആൽസൈമർ പോലെയുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ഈ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമ്മളെ ഷൗട്ട് ചെയ്തെന്നിരിക്കും, നമ്മളെ ഉപദ്രവിച്ചെന്നിരിക്കും, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ കളിയാക്കിയെന്നിരിക്കും, മറ്റുള്ളവരോട് നമ്മുടെ കുറ്റം പറഞ്ഞെന്നിരിക്കും. പബ്ലിക്കായിട്ടുള്ളൊരു പ്ലേസിൽ പോയിരിക്കുമ്പോൾ നമ്മളെ വല്ലാണ്ട് നാണം കെടുത്തുന്ന കേസുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളും സ്വഭാവങ്ങളും ഉള്ള ഒരു ജോലിയാണ് ഈ കെയർ ഗീവിങ് ജോലി എന്ന് പറയുന്നത്. മനസ്സിലാക്കാൻ ഇസ്രായേലിൽ വരേണ്ടി വന്നു. ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പല ജോലികളിലും പല അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കെയർ ഗീവിങ് ജോബ് എന്ന് പറയുന്നത് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ല. 80% നമുക്ക് നല്ല സ്ട്രെസ് ഉള്ള ഒരു ജോബാണ് കെയർ ഗീവിങ് ജോബ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇസ്രായേലിൽ. ഓക്കെ, ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇങ്ങോട്ട് ഇസ്രായേൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ജോലിയും ജോലിയുടെ സ്വഭാവവും ഇവിടെ കിട്ടുന്ന ശമ്പളം, പ്രത്യേകിച്ച് വേറെ ചിലവൊന്നും ഇല്ലാതെ കിട്ടുന്നത് നമുക്ക് സേവിങ്സ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ്. ഇനി ഫാമിലി ആയിട്ട് കൂടെ നിന്നില്ലെങ്കിലും ഒരു 3, 4, 5 വർഷം ഇവിടെ ജോലി ചെയ്ത് കിട്ടുന്നത് സേവ് ചെയ്ത് നമുക്ക് തിരിച്ചു പോകാമല്ലോ, കടമൊക്കെ വീടാമല്ലോ എന്നൊക്കെയുള്ള പ്രതീക്ഷകളാണ്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ പ്രതീക്ഷിച്ചത്ര ശമ്പളം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ സേവിങ്സ് ചെയ്ത് എടുത്ത് നമ്മുടെ കടം പെട്ടെന്ന് നമുക്ക് വീട്ടാൻ പറ്റില്ല. 4 വർഷമോ 5 വർഷമോ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് ഇപ്പോഴും 13 വർഷമായിട്ട് ഇവിടെ ഇസ്രായേലിൽ നിൽക്കുന്നില്ലേ ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ്. ഒരുപാട് കടത്തിന്റെ ബുദ്ധിമുട്ടുമായിട്ട് ഇസ്രായേലിലേക്ക് വരുന്നവരുണ്ട്. അതുപോലെ തന്നെ കുടുംബങ്ങളിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരുണ്ട്. ഇനി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറച്ച് പൈസ സമ്പാദിച്ച് കുടുംബജീവിതമാക്കി പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ബാക്ക്ഗ്രൗണ്ടാണ്, ലൈഫിൽ ഓരോ ബാക്ക്ഗ്രൗണ്ടാണ് അല്ലെ. അപ്പൊ ഒരിക്കലും നമുക്ക് വലിയൊരു കടബാധ്യതയുള്ള ഒരാള് ഇവിടെ വന്ന് ഒരു 4, 5 വർഷം ജോലി ചെയ്തിട്ട് തിരിച്ചു പോകാം അല്ലെങ്കിൽ സെറ്റിൽ ആവാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും നടപടിയുള്ള കാര്യമല്ല. അതിനൊക്കെ അതിൻ്റെതായ സമയങ്ങളുണ്ട്. നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പൈസയുടെ ആവശ്യം കൂടി വരും. പൈസയുടെ ആവശ്യം കൂടുന്നതനുസരിച്ച് നമ്മളിവിടെ നിൽക്കേണ്ട വർഷങ്ങളുടെ എണ്ണം കൂട്ടേണ്ടി വരും.
ഇതൊക്കെയാണ് ഈ ഇസ്രായേലിൽ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും നമ്മുടെ ജീവിത പങ്കാളികളെയും മക്കളെയും നാട്ടിൽ വിട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വരിക. മോസ്റ്റ്ലി ചിലരുണ്ട്, ഭാര്യയും ഭർത്താവും പാസ്പോർട്ടിൽ സ്പോസിന്റെ നെയിം ഇല്ലാത്തവരൊക്കെ ഒരുമിച്ച് വരുന്നവരുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് കല്യാണം കഴിക്കുകയും അല്ലെങ്കിൽ ഇവിടുന്ന് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് നാട്ടിൽ പോയി കല്യാണം കഴിച്ചിട്ട് സ്റ്റിൽ അവരുടെ മെറിറ്റൽ സ്റ്റാറ്റസിൽ സിംഗിൾ ആയിട്ട് നിന്നുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സായിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസുകളുണ്ട്. അതല്ലാതെ മോസ്റ്റ്ലി നമ്മൾ വിവാഹം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ പാർട്ട്ണറെയും കൂടെ ഇന്റർവ്യൂവിനൊക്കെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇസ്രായേലിലേക്ക് വരാനുള്ള ഇന്റർവ്യൂ പാസ്സാവുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിത പങ്കാളിനെയോ അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫസ്റ്റ് സെക്കൻഡ് ആ ഒരു റിലേഷനിലുള്ള ആരെയും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല പ്രൊഫഷണലി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെന്റൽ സ്ട്രെസ് നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. നമ്മുടെ പാർട്ട്ണർ ഇല്ല നമ്മുടെ കൂടെ, നമ്മുടെ മക്കളില്ല നമ്മുടെ കൂടെ. അതുപോലെ തന്നെ ഇവിടെ ജീവിക്കുമ്പം നാട്ടിലെ പാർട്ട്ണറിന് അവിടെ ഒറ്റയ്ക്കായിരിക്കുന്നുള്ള വിഷമം, ഇവിടെ ഈ ആൾ ഒറ്റയ്ക്കായിരിക്കുന്ന വിഷമം, അതിനിടയ്ക്ക് വരുന്ന ചില ക്ലാഷസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെന്റൽ സ്ട്രെസ്സുകൾ, ജോലിയിലും മെന്റൽ സ്ട്രെസ് വരും, നമ്മുടെ പേഴ്സണൽ ലൈഫിലും കൂടെ മെന്റൽ സ്ട്രെസ് വരുമ്പം ഇത് രണ്ടും കൂടെ ക്ലാഷ് ആവും. അപ്പം ആ ഒരു കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പാർട്ട്നേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ഇവിടുത്തെ ജോലി എന്താണ്, ചിലപ്പോൾ നാട്ടിലെ ടൈമും ഇവിടുത്തെ ടൈമും കൂടെ നമുക്ക് ഒരുമിച്ച് ഒരേപോലെ രണ്ടുപേരും ഒരേപോലെ ഫ്രീ ആവത്തില്ല. ചിലപ്പോൾ വിളിക്കുമ്പോഴെല്ലാം ഫോൺ എടുക്കാൻ പറ്റത്തില്ല. ചില ഫാമിലിയിലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള ഫാമിലികളുണ്ട്, ഫോൺ ഉപയോഗിക്കുന്നതിന് വളരെ റെസ്ട്രിക്ഷൻസ് ഉള്ള ഫാമിലികളുണ്ട്. അപ്പോൾ പ്രത്യേക ആ ഒരു സമയത്ത് മാത്രമേ ഫോൺ വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഫാമിലി ബന്ധങ്ങളിൽ ക്ലാഷസ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് മാത്രമേ നിങ്ങൾ ഇസ്രായേൽ ജീവിതം തിരഞ്ഞെടുക്കാവുള്ളൂ, ഇസ്രായേൽ ജോലി തിരഞ്ഞെടുക്കാവുള്ളൂ. ഇനി അടുത്ത കാര്യം, നമ്മൾ ഇസ്രായേലിലേക്ക് വരാൻ വേണ്ടി ഒരു എംപ്ലോയറെ കിട്ടാൻ വേണ്ടി നമ്മളൊരു ഏജന്റിന്റെ പേപ്പർ കൊടുക്കുന്നു, നമുക്ക് ഇവിടുന്ന് ഒരു എംപ്ലോയറെ കിട്ടുന്നു. നമ്മളെ എംപ്ലോയർ വിളിക്കും, സംസാരിക്കും. മിക്കവാറും തന്നെ വീഡിയോ കോൾ ആണ് വിളിച്ച് സംസാരിക്കുന്നത്. വീഡിയോ കോൾ വിളിക്കുമ്പം ഓവർ എളിമയും ഓവർ വിനയവും ഒന്നും കാണിക്കുന്നതിന് പകരം നമ്മുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. സാർ, മാഡം എന്നും പറഞ്ഞ് കൈകൂപ്പി കാണിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പ്ലീസ് 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 എനിക്ക് അങ്ങോട്ട് വന്നേ പറ്റുള്ളൂ എന്ന് കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടോ മാത്രം നമ്മുടെ കാര്യങ്ങൾ ഓക്കെ ആവത്തില്ല. ശരിയാണ്, വിനയവും എളിമയും ഒക്കെ ഈ ഒരു ജോബിന് ആവശ്യമാണ്, നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ജോലിയുടെ സ്വഭാവം എന്താണെന്നും ജോലി എന്താണെന്നും നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് പൊളൈറ്റ് ആയിട്ട് ചോദിക്കാനുള്ള മാർഗങ്ങളുണ്ട്, അല്ലെ? ചാടിക്കേറി പേടിപ്പിച്ചൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. പൊളൈറ്റ് ആയിട്ട്, ഞാൻ അവിടെ വന്നാൽ എന്താണ് എൻ്റെ ജോലി, എനിക്ക് എത്ര ശമ്പളം തരും, എനിക്കൊരു റൂമുണ്ടോ, എനിക്കവിടെ ഫ്രീഡം ഉണ്ടോ, പൊളൈറ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നമുക്ക് കിട്ടുന്ന ജോബ് ഓഫർ ഒപ്പിടാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇതൊരു അഡ്വൈസായിട്ട് പറയുന്നത് മാത്രമാണ് കേട്ടോ. കാരണം നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ കയറി വന്നാൽ മതിയെന്നേ ഉള്ളൂ. പക്ഷെ അവിടെ നിൽക്കുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഏജന്റുമാരോ സബ് ഏജന്റുമാരോ എല്ലാം ഒന്നും ഓപ്പൺ ആയിട്ട് പറഞ്ഞു തരത്തില്ല. ഇതിന്റെ പേരിൽ എന്നെ ആര് തെറി പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. അവരെല്ലാവരും കൂടുതലും, എല്ലാവരും അല്ല കേട്ടോ, വളരെ ചുരുങ്ങിയ ആൾക്കാരുണ്ട് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുന്നത്. പക്ഷെ നല്ലൊരു ശതമാനം ഏജന്റുമാരും ഏജൻസികളും മോഹന വാഗ്ദാനങ്ങൾ മാത്രമേ പറയാറുള്ളൂ, ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയില്ല. അപ്പൊ നമ്മളാണ് നമ്മുടെ കാര്യം ശ്രദ്ധിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും. എല്ലാ വീക്കെൻഡും നമുക്ക് ജോലി ഉണ്ടോ? ഫ്രൈഡേ സാറ്റർഡേ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ഏതെങ്കിലും ഒരു ദിവസം ഓവർ ടൈം ആയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ജോബ് നമുക്കുണ്ടോ, അതോ നമ്മൾ പുറത്തു പോകണമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ചോദിക്കണം. ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് ഇവിടെ വന്നതിന് ശേഷം വരുമ്പോൾ തന്നെ എനിക്ക് ഫ്രൈഡേ സാറ്റർഡേ ഡ്യൂട്ടി വേണം, എനിക്ക് ഫുൾ സ്റ്റേ ഡ്യൂട്ടി വേണം, എനിക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി അത് അംഗീകരിക്കത്തില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ജോബ് ഓഫർ കിട്ടുമ്പോൾ വീക്കെൻഡ് എന്നുള്ളത് എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതൊരു ഫുൾ ടൈം ജോബാണോ അതോ വീക്കെൻഡ് നമ്മൾ പുറത്തു പോകേണ്ട ജോബാണോ എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ബേസിക് സാലറി എത്രയാണ് നമ്മുടെ ബേസിക് സാലറി, അതിനോടൊപ്പം തന്നെയാണോ ഈ 400 ഷെക്കൽ, ഒരു 400 ഷെക്കൽ പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ പോക്കറ്റ് മണി ഇൻക്ലൂഡഡ് ബേസിക് സാലറിയിൽ ഉള്ളതാണോ, ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇത് ഒരു ഏജന്റുമാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞു തരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ജോബ് ഓഫർ കിട്ടുന്നുണ്ട്. ഏജന്റുമാരുടെ ഭാഗം നോക്കുമ്പം ചിലരൊക്കെ കംപ്ലൈന്റ് പറഞ്ഞ് വിളിക്കുമ്പോൾ ജോബ് ഓഫർ ഒന്ന് അയച്ചു തന്നെയെന്ന് പറയുമ്പോൾ ശരിയാണ്, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആരും അത് വായിച്ചു നോക്കുന്നില്ല. അതാണ് പ്രശ്നം.
മനസ്സിലായോ? പക്ഷെ അത് വായിച്ച് നോക്കണമെന്നോ വായിച്ച് മനസ്സിലാക്കണമെന്നോ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്കൊരു ജോബ് ഓഫർ കിട്ടുമ്പോൾ അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒപ്പിടാൻ ശ്രമിക്കുക. ഇനി എങ്ങനെയെങ്കിലും കയറി വന്നേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നമ്മൾ ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, മതിയായ കാരണങ്ങൾ ഇല്ലെങ്കിൽ. ഓക്കെ, മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഫിസിക്കൽ ഹരാസ്മെന്റോ അല്ലെങ്കിൽ മെന്റലി ഹരാസ്മെന്റോ, ഭക്ഷണമില്ലാത്ത അവസ്ഥ, തീരെ ഉറക്കമില്ലാത്ത അവസ്ഥ, സമാധാനമില്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കംപ്ലൈന്റ് ചെയ്യാം. അതല്ലാതെ സാലറിയുടെ കാര്യം പറഞ്ഞോ വീക്കെൻഡിന്റെ കാര്യം പറഞ്ഞോ അങ്ങനെയൊന്നും നമുക്ക് പെട്ടെന്ന് ജോലി മാറാൻ പറ്റത്തില്ല. ഏരിയ മാറുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഇസ്രായേലിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് മാറുന്നതിന് അതിൻ്റെതായ നിയമ തടസ്സങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജോബിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ എഗ്രിമെന്റ് സൈൻ ചെയ്യുക. ഇനി അതല്ല വന്നേ പറ്റത്തുള്ളൂ, എന്തായാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ടുള്ള രീതിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ വരുമ്പോൾ തന്നെ ജോലി മാറുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്തത്, നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇസ്രായേലിലേക്ക് പോരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാള്, നിങ്ങൾ എല്ലാവരും കോഴ്സൊക്കെ ചെയ്യാറുണ്ട്. ഈ ഞാനടക്കം കോഴ്സൊക്കെ ചെയ്തതാണ്, ഹീബ്രു പഠിച്ചതാണ്, അവർ തരുന്ന വാക്കുകളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അല്ലാതെ നമുക്ക് ജോലിയിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ കുറച്ചുകൂടിയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ജോലിയിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈവൻ നമ്മൾ ചെയ്യുന്ന കോഴ്സിൽ കിട്ടിയില്ലെങ്കിലും നമ്മൾ തന്നെ സ്വയമായിട്ട്, ഇന്നിപ്പോ എല്ലാവരുടെയും കയ്യിൽ എന്നാ പറയുന്ന പുതിയ പുതിയ ഫോണുകളുള്ള ആൾക്കാരാണ്. ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഒരു ഫോൺ പോലും ഞങ്ങൾക്ക് സ്വന്തമായിട്ടില്ലാത്ത സമയമാണ്. ഇപ്പൊ എല്ലാവർക്കും തന്നെ ഫോണുണ്ട്, യൂട്യൂബ് ഉണ്ട്. ആ യൂട്യൂബിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇസ്രായേൽ ജോലികളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരുപാട് വീഡിയോകൾ ഒത്തിരിയും ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ജോലികൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇവൻ മലയാളം അല്ലെങ്കിൽ പോലും മറ്റ് ലാംഗ്വേജിലാണെങ്കിൽ പോലും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും, ഗൂഗിളിൽ നിന്ന് നമുക്ക് അതിനുള്ള അറിവുകൾ കിട്ടും. അത്യാവശ്യം ബെഡ് റിഡൻ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ എങ്ങനെ നമുക്ക് ഡയപ്പർ മാറ്റാം, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ നമുക്ക് തിരിക്കാം, മറിക്കാം, ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബെഡിൽ എങ്ങനെ എഴുന്നേപ്പിച്ചിരുത്താം, ബെഡിൽ നിന്ന് ഒരു ചെയറിലേക്ക്, അത് ഇത് മൊബിലിറ്റി എന്ന് പറയും, ബെഡിൽ നിന്ന് ചെയറിലേക്ക് നമുക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം ഈസി ആയിട്ട്. തീരെ പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, പേഷ്യൻസ് ആണെങ്കിൽ നമ്മളോട് ഒട്ടും സഹകരിക്കത്തില്ല. നമ്മൾ തന്നെ ലിഫ്റ്റ് ചെയ്ത് ചെയറിലേക്കൊക്കെ ഇരുത്തേണ്ട ജോലികളുണ്ട്. അപ്പൊ എങ്ങനെയാണ് ബെഡിൽ നിന്ന് ഒരു പേഷ്യന്റിനെ എഴുന്നേപ്പിച്ചിരുത്തുക, എങ്ങനെയാണ് നമ്മൾ ഒരു ചെയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക, നമുക്കും പേഷ്യന്റിനും ഒരു കേടും വരാതെ ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, വീൽ ചെയർ ലോക്ക് ചെയ്യണം, വീൽ ചെയർ ബെഡിനോട് അടുത്തായിരിക്കണം, പേഷ്യന്റിനെ എടുത്തിരുത്തുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെക്നിക്കൽ വീഡിയോകൾ ഇഷ്ടം പോലെയുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഇസ്രായേലില് നമ്മൾ ബെഡ്റിഡനായിട്ട് കിടക്കുന്ന പേഷ്യൻസിനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൊബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ഉണ്ട്. അതിന് മനോഫ് എന്നാ പറയുന്നത്. മനോഫ് അത് ഹീബ്രു വേർഡാണ്, മനോഫ്. ഈ മനോഫ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും ഹീബ്രുവിലും ഇംഗ്ലീഷിലും ഒക്കെ ഒരുപാട് വീഡിയോകൾ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. ഹൗ ടു യൂസ് മനോഫ് എന്ന് മാത്രം കൊടുത്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയുള്ള വീഡിയോകളൊക്കെ കിട്ടും. ഓക്കെ, അതിന്റെ ബെൽറ്റ് ഒക്കെ എങ്ങനെയാണ് ഇടുന്നത്, പേഷ്യന്റിനെ എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ, ചുമ്മാതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വരിക. കാരണം നമുക്ക് കിട്ടുന്ന ജോബ് എപ്പോഴും നമ്മൾ എത്ര നാൾ ഇസ്രായേലിൽ ജീവിച്ചാലും അത്രയും നാളും ആ സെയിം ജോബ് തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മുടെ പേഷ്യന്റ് മരിച്ചു പോകും, ചിലപ്പോൾ നമ്മൾ റിസൈൻ കൊടുക്കേണ്ട അവസ്ഥ വരും, ചിലപ്പോൾ നമ്മളെ അവർ മാറ്റും. അങ്ങനെയൊക്കെ വരുമ്പം അടുത്ത ജോബ് ചിലപ്പോൾ ഒരുപക്ഷെ മനോഫ് ഉപയോഗിക്കുന്ന പേഷ്യന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബെഡ് റിഡൻ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആയിരിക്കാം. നടന്നുകൊണ്ട് ഈസി ആയിട്ട് നടന്നുകൊണ്ട് ഇരുന്ന ഒരു പേഷ്യന്റിനെ നോക്കുന്ന ആളായിരിക്കാം പെട്ടെന്ന് ഒരു മനോഫ് പേഷ്യന്റിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന കോഴ്സ് കൂടാതെ തന്നെ അപ്പാർട്ട് ഫ്രം ദിസ് മറ്റുള്ള വീഡിയോകളും കാര്യങ്ങളും ഒന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഭാഷ, ഹീബ്രു ലാംഗ്വേജ് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ നമുക്കൊരു പ്രത്യേക വിലയുണ്ട്. ഞാൻ ഒരുപാട് ഫാമിലികളിൽ നിന്ന് എനിക്ക് തുടക്കത്തിലൊക്കെ ഭാഷ അറിയത്തില്ലാത്ത സമയത്ത്, ഭാഷ പഠിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭാഷ നന്നായിട്ട് പഠിച്ചെടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റും നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂവും അത് വേറെയാണ്. അപ്പൊ നാട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഹീബ്രു പഠിച്ചു തുടങ്ങുക, അത്യാവശ്യം വാക്കുകൾ ചേർത്ത് പറയാൻ അതിൻ്റെതായ രീതി. ഹീബ്രു ഭാഷയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ ആ പ്രത്യേകതകളൊക്കെ ഒന്ന് മനസ്സിലാക്കി അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാനുള്ള വാക്കുകൾ മാത്രം പഠിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. വാക്കുകൾ മാത്രം പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഹീബ്രു പഠിച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ
നമ്മുടെ ജോലിയിൽ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ ഫാമിലിയിലും ഒന്നും ഒത്തിരി നേരം നമുക്ക് ഫോൺ ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഫോൺ ഉപയോഗം കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്യാനുള്ളൊരു മനസ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കി എടുത്തിട്ട് മാത്രമേ ഇസ്രായേലിലേക്ക് വരാവുള്ളൂ. ഇത് ഒരുപാട് പേരുടെ അനുഭവമാണ്. ഇവിടെ പുതിയതായിട്ട് വരുന്ന ഒത്തിരി പേര് സഫർ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, നമ്മളെല്ലാവരും വിചാരിക്കും നമ്മൾ എവിടെ ജോലിക്ക് ചെന്നാലും ഫാമിലികളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും, ഭയങ്കരമായിരിക്കും. നല്ല ഒന്നുമില്ല കേട്ടോ. ഒരുപാട് പ്രതീക്ഷകളൊന്നും വെക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ വേണം നമ്മളൊരു ജോലിയിലേക്ക് ചെല്ലാൻ. കാരണം നമ്മളും അവരുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് ഭാഷ വേണം, നമുക്ക് കുക്കിംഗ് അറിയണം, ജോലി അറിയണം, നമ്മളെ അവർക്ക് ഇഷ്ടപ്പെടണം, നമുക്ക് അവരെയും ഇഷ്ടപ്പെടണം. ഇത്രയും കാര്യങ്ങൾ ചേർന്ന് വന്നാലേ ഒരു ഫാമിലിയുമായി നല്ല റിലേഷൻ ആവുള്ളൂ. അതിന് നല്ല സമയം എടുക്കും. അപ്പൊ തുടക്കത്തിൽ ചിലപ്പം അവരുടെ പെരുമാറ്റവും അവരുടെ ആ ഒരു റിയാക്ഷൻസും ഒക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഒരു ദിവസം ഒരുപാട് പേരെ കേൾക്കുന്നതിന്റെ വെളിച്ചത്തിലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഞാൻ പറയാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒത്തിരി വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇതിന്റെ താഴെ വരാനിരിക്കുന്നവർക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങളായിട്ടോ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ, നിങ്ങളുടെ അനുഭവങ്ങളായിട്ടോ പങ്കുവയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇസ്രായേലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും എത്തണം, ഷെയർ ചെയ്യണം. പ്രയോജനപ്പെടുന്നവർക്ക് പ്രയോജനപ്പെടട്ടെ. ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ മോശമായിട്ട് ചിത്രീകരിക്കാനോ ഒന്നിനും അല്ല. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്രദമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ. ഒത്തിരി സ്നേഹം, ഒത്തിരി നന്ദി. താങ്ക് യു.